ചന്ദ്ര അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ഈ തെരഞ്ഞെടുപ്പ് വളരെ സന്തോഷല്ലേ? അത് ശരി, അത്തില്ലായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പ് വളരെ സന്തോഷല്ലേ? സന്തോഷായി, നല്ല സന്തോഷായി. എന്തുകൊണ്ടാണ് അത്രയ്ക്ക് സന്തോഷം? ഈ പിണറായിനെ എത്രയും വേഗം കടലിൽ ചാടിക്കണം എന്നുള്ള സന്തോഷ. പെൻഷൻ കിട്ടണ്ടേ? പെൻഷൻ അയാൾ പോയിട്ട് കിട്ടിയാലും മതി, അയാളുടെ ഇല്ലായ്മയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയാലും മതി. വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് പല്ല് പാകച്ചിട്ടുണ്ടാക്കിയ. ഏറ്റവും വലിയ വിഷയം അയാളാ. കാരണം ഈ എത്ര കൊലപാതകം നടത്തിയ അയാൾക്ക് സന്തോഷമല്ലാതെ ഒരു ദുഃഖം ഞാൻ കണ്ടിട്ടില്ല. അപ്പോ പിള്ളേറ്റിന്റെ വിശ്വരൂപം മനസ്സിലാക്കിയിട്ടാണ് വരവ്. അല്ല, ഈ സമരമൊക്കെ ചെയ്തു, ആദ്യം 1-2 മാസത്തെ പെൻഷൻ കിട്ടി, പിന്നെ പെൻഷൻ കിട്ടിയോ? പറയട നാട്ടുകാരോട്. ഇനി 6 മാസമുണ്ട്, 6 മാസമുണ്ട്. കാരണം ഈ പിണറായിയുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞാൻ തരാം തരാന്ന് പറഞ്ഞ എപ്പ തരാന്ന് പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത്? ഈ കഥനാവിന് ജനങ്ങളുടെ കാശായി, ജനങ്ങളുണ്ടാക്കുന്ന കാശായി നിങ്ങൾക്ക് പണം. ആ പണത്തിൽ ഓഹരി മതി ഞങ്ങൾക്ക്. ഇവർക്ക് ഈ ആണ്ടുകൊല്ലോ ഈ മന്ത്രിമാർക്ക് 3-4 ലക്ഷം ശമ്പളം ഉണ്ടല്ലോ. കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? യാത്ര. അപ്പൊ ഞങ്ങൾക്ക് ഒരു 10,000 ആക്കിയാൽ കുഴപ്പം. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം നല്ല സമരം നടത്താനാ പ്ലാൻ. ഈ വഴിയിൽ പിണറായി ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഇനിയും പെൻഷൻ സമരം നടത്തുമോ? സമരം നടത്തും, ഇവരെ ഇറങ്ങി പോകുന്നോടം വരെ. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണേ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ